കലാശക്കൊട്ടിൻ്റെ അവസാന മണിക്കൂറിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഓട്ടപ്രദർശനത്തിലാണ്. ഇപ്പോൾ ആറ്റൂരിലെ സ്കൂളിൽ വിദ്യാർത്ഥികളെല്ലാം കണ്ട് വോട്ട് ചോദിച്ച ശേഷം നമുക്കൊപ്പം ചേരുകയാണ്. അവസാന നിമിഷത്തിൽ ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ഇന്നിപ്പം നിശബ്ദ പ്രചരണം അവസാനിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2-3 സ്ഥാപനങ്ങളും കൂടി കയറാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ എല്ലാം പൂർത്തിയായി. പിന്നെ വ്യക്തികളെയാണ് കാണാനുള്ളത്. അതും കൂടി ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിയിലൊരു പിന്തുണ വാങ്ങിക്കൊണ്ടും അനുഗ്രഹം വാങ്ങിക്കൊണ്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്ര ദിവസത്തെ പ്രചാരണം കഴിഞ്ഞപ്പോൾ നല്ല ആത്മവിശ്വാസമാണോ അതോ ഒരു ടെൻഷനാണോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരിപ്പോഴും സ്കോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്, വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്, സ്ലിപ്പുകൾ കൊടുക്കുകയാണ്, വോട്ടുകൾ ചോദിച്ചുകൊണ്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുള്ളപ്പം കഠിന പ്രയത്നവും കഠിനാധ്വാനവും ഒരു പിന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് ഒട്ടും ആശങ്കയില്ല, വിജയത്തിലേക്ക് തന്നെ എത്തിയിരിക്കും. ഇത്തവണ പ്രചാരണത്തിൽ അധികം പാട്ടൊന്നും പാടില്ല എന്നൊരു വർത്താനം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളാവട്ടെ, അമ്മമാരാവട്ടെ, സഹോദരിമാരാകട്ടെ, അവരാണ് കൂടുതലും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ ആഗ്രഹിച്ചവർ ഇപ്പോൾ സ്റ്റുഡൻസും അപ്പം അങ്ങനെ ആഗ്രഹിച്ചവർ എവിടെയുണ്ടോ അവിടെ എല്ലാം രമ്യ ഹരിദാസിന്റെ പാട്ടുണ്ട്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കുന്നുള്ള ഞാനത് മീഡിയ വണ്ണിന്റെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ചലഞ്ചായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. രമ്യ ഹരിദാസിനെ നമുക്ക് ഇനി ഫ്രീ ആക്കാം. ബാക്കിയുള്ള സമയം കൂടി അവർ പരമാവധി വോട്ടർമാരെ കാണട്ടെ. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അവർ പരമാവധി പേരെ കാണാൻ ഓട്ടപ്രദർശനത്തിലാണ്. ക്യാമറമാൻ ബേസിൽ പി ജോർജിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1 ചേലക്കര.